ുള്ളൊരു വാക്കുപോലും പറയാൻ നാം ഉയർത്തിയിട്ടില്ലാത്ത സാദിഖുൽ മസ്തൂഖായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ അറിയണേ സഹോദരങ്ങളെ, സഹാബികളത് പറയാൻ തുടങ്ങി, സഹാബികളത് പുറത്തു പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ കരുത്തനായ അബൂ ജഹൽ പോലും പേടിച്ചുപോയി. ആ പേടി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റു പല ആളുകളും ചത്തുവീഴുമെന്ന് പറഞ്ഞല്ലോ. അത് മുഹമ്മദ് വെറുതെ പറയുകയാ. അങ്ങനെ പറയുമ്പോഴും അബൂ ജഹലിന് പേടിയുണ്ടായിരുന്നു. കാരണം ഇന്നുവരെയും മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വാക്കും തിരുത്തിയിട്ടില്ല, അതിന് മാറ്റം വന്നിട്ടില്ല, അതിന് ചെറിയ വ്യത്യാസം വന്നിട്ടില്ല. അത് അള്ളാഹുവിന്റെ ദൂതരാണെന്നുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം, ദൂതരാണെന്നുള്ള അങ്ങനെയുള്ള ചില സത്യാവസ്ഥകളൊക്കെ പല കാര്യങ്ങൾ കൊണ്ടും ബോധ്യപ്പെട്ട ആളാ. പക്ഷെ അഹങ്കാരം കൊണ്ട് ഹബീബായ പ്രവാചകനെ അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നതാ, യുദ്ധമങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ, അതിലേക്ക് കടന്നു വരുമ്പോൾ, ആദ്യമായി വെട്ടുകൊണ്ട സഹാബിയെ കൊണ്ടുപോകുമ്പോൾ, ആദ്യമായി വെട്ടുകൊണ്ട മഹാനായ സഹാബിയെ കൊണ്ടുപോകുമ്പോൾ, ആ യുദ്ധത്തിന്റെ പോർക്കളത്തിന്റെ പരിസരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണശയ്യയിൽ കിടക്കുന്ന പൊട്ടിക്കറിയുന്ന രക്തം തളം കെട്ടിക്കിടക്കുന്ന ആ ശരീരത്തോടുകൂടി പ്രവാചകന്റെ കാലുകളിലായിരുന്നു ആ തലവെച്ചത്. ആ പ്രവാചകന്റെ കാലുകളിലായിരുന്നു തലവെച്ചത്. അത് പുറത്തുള്ളൊരു ടെന്റിലായിരുന്നു. ഉടൻ തന്നെ ഈ സഹാബി ചോദിക്കയാ, പൊട്ടിക്കരയുമ്പോൾ ഈ സഹാബിയോട് എന്തിനാ മോനെ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ പ്രവാചകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഷഹീദാകാമെന്ന ആളാ, ഞാൻ ബദരിയാകാമെന്ന ആളാ, ഞാൻ ബദറിൽ പങ്കെടുത്ത് ഷഹീദാകാമെന്ന ആളാ. ഞാൻ ഈ പോർക്കളത്തിന്റെ പുറത്ത്, അതിന്റെ അതിർവരമ്പിന്റെ പുറത്ത് ഞാൻ പടന്നു മരിച്ചാൽ ബദറിൽ പങ്കെടുത്ത പ്രതിഫലം എനിക്ക് കിട്ടുമോ? ഞാൻ ബദറിൽ പങ്കെടുത്ത് ഷഹീദായതിന്റെ പ്രതിഫലം ആ പോർക്കളത്തിന്റെ പുറത്ത് കിടന്നു മരിച്ചാൽ എനിക്ക് കിട്ടുമോ? കണ്ടോ സഹോദരങ്ങളെ, വേദന ആർത്തിരമ്പി വരുമ്പോഴും, അവിടുത്തെ കബന്ധം തുറച്ചു പോകാനും പോകുമ്പോഴും, മരണശയ്യയിൽ കിടക്കുമ്പോഴും അവരുടെ ആഗ്രഹം എന്താ? കാരണം അവർക്കറിയാം ബദരിയായാലുള്ള പ്രതിഫലം, ബദരിയായാലുള്ള പ്രതിഫലം. കാരണം ഇതിഹാസ തുല്യമായ ജാജ്വല്യമായ തീരങ്ങളിലേക്ക് ലോകത്തിന് മുഴുവനും വിളിച്ചു കൊണ്ടുപോകുന്ന ബദരീങ്ങളാ. ആ ബദരീങ്ങൾ നടത്തിയതുപോലൊരു ത്യാഗം ലോക ചരിത്രത്തിൽ വിശ്വാസി സമൂഹത്തിന് ഒരിക്കലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആത്മീയമായ വിദ്യവും ആത്മീയ ബോധവും അതുപോലെ നിഷ്ഠയുമുള്ള ഒരു സമൂഹത്തിൽ ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എക്കാലവും ബദരീങ്ങളെ കുറിച്ച് നമ്മൾ സ്മരിക്കുന്നത്, അവരെ കുറിച്ചുള്ള ബദർ പാട്ടുകൾ പാടുന്നത്. അറിയണോ സഹോദരങ്ങളെ, അങ്ങനെ അതാ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തില ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുകയാ, നിങ്ങളെന്ന് ചെന്നോ 313 പേവലങ്ങളാ, നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട എന്ന് പറയുമ്പോൾ, ആകാശലോകത്തു നിന്ന് മലക്കുകളങ്ങ് പെയ്തിറങ്ങിയപ്പോൾ, ആകാശലോകത്തു നിന്ന് മലക്കുകൾ ഇറങ്ങിയപ്പോൾ ഇബ്ലീസിന് മാത്രമേ അത് കാണാൻ കഴിയുന്നുള്ളൂ. ശത്രുഭാഗത്തു നിന്ന് ആർക്കും അത് കാണാൻ പറ്റുന്നില്ല. ഇബ്ലീസിന് കോലം മാറി, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിച്ചോടാൻ തുടങ്ങുമ്പോൾ, എന്താണ് ഇത്രയും നേരം ഞങ്ങൾക്ക് ധൈര്യം തന്ന ആള് പോവുകയാണോ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്, നിങ്ങൾ നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേടിച്ചോടി പോയപ്പോൾ, ആ ബദറിൽ പങ്കെടുത്ത മലക്കുകളുണ്ടല്ലോ, അറിയണേ സഹോദരങ്ങളെ, മഹാന്മാര് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിലുള്ള കോടിക്കണക്കിന് മലക്കുകളുണ്ടല്ലോ, ലാ യഅലമു അദദഹും ഇല്ലല്ലാഹ്, അവരുടെ എണ്ണം പടച്ച തമ്പുരാനല്ലാത്ത ആർക്കും അറിയില്ല. 3×10⁸ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളുടെ എണ്ണം പടച്ച തമ്പുരാനല്ലാത്ത ഒരു സൃഷ്ടിക്കും അറിയുകയില്ല. അങ്ങനെയുള്ള കോടാന എണ്ണങ്ങൾ എണ്ണി തീർന്നാലും, എല്ലാ എണ്ണങ്ങൾ ഏതൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ട് എണ്ണിയാലും, ആ എണ്ണങ്ങളൊക്കെ തീർന്നാലും അതിനപ്പുറം എണ്ണമുള്ള മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളവർ മലക്കുകൾ ആരാണെന്നറിയുമോ? പടച്ചവന്റെ അടുത്ത് പ്രത്യേകമായ പരിഗണനയുള്ള മലക്കുകൾ ആരാണെന്നറിയുമോ? ബദറിൽ പങ്കെടുത്ത മലക്കുകളാ. കോടാനുകോടി മലക്കുകളിൽ ബദറിൽ പങ്കെടുത്ത തുച്ഛമായ മലക്കുകളുണ്ടല്ലോ, അവരെ അല്ലാഹു പരലോകത്ത് പരിഗണിക്കുമ്പോൾ അവർക്ക് സീറ്റ് നൽകിയിട്ട് പ്രവാചകൻ ഭൂമി
ലോകത്ത് പരിഗണിക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അവരെ പരിഗണിക്കുമ്പോൾ നമുക്കൊന്നും കൂടി ചിത്രമിന്ന് അടുത്തേക്ക് വിളിക്കാം. മഹാന്മാരാകുന്ന നമ്മളൊക്കെ ഇവിടെ മലപ്പുറം ജില്ലക്കാര് പലരും ഉണ്ടാകും. ആ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറം ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്നമല്ല, ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്നമല്ല. മഹാനായ ഖുത്ബുസ്സമാൻ മമ്പുറം തങ്ങളടക്കമുള്ള മലപ്പുറം ശുഹദാക്കളടക്കമുള്ള വെളിയങ്കോട് മുറത്താളിത്തങ്ങളടക്കമുള്ള ഒരുപാട് പോരാട്ടങ്ങളും ഒരുപാട് വീരേതിഹാസങ്ങളും ധരിച്ച ആത്മീയമായ പ്രഭാവം എന്താണെന്ന് പ്രപഞ്ചത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത ഒട്ടനവധി കറാമത്തുകൾ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച ഒരുപാട് മുരീദികളുള്ള മഹാന്മാരാകുന്ന ഔലിയാക്കന്മാർ ഉമ്മവച്ചുറങ്ങുന്ന മലപ്പുറത്തിന്റെ മുന്നുണ്ടല്ലോ. അവിടെയുള്ള മലപ്പുറം ശുഹദാക്കൾ എന്ന് പറയുന്ന മഹാന്മാരുണ്ടല്ലോ. ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാ ആ മലപ്പുറം ശുഹദാക്കൾ ഒരുപാട് ത്യാഗം വിധിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ, അവര് വിജയം വരിച്ചപ്പോൾ, അവരിൽ പലരും ഷഹീദായി കിടക്കുമ്പോൾ അവര് കൊണ്ടുപോയ ഭാണ്ഡമുണ്ടായിരുന്നല്ലോ. ചിന്തിക്കണേ സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. അവർ കൊണ്ടുപോയ ഭാണ്ഡമുണ്ടായിരുന്നല്ലോ. ഒരു ഭാണ്ഡം അവരുടെ തോളിലുണ്ടായിരുന്നു. ആ ഭാണ്ഡം അവര് ഷഹീദായി കിടക്കുമ്പോൾ ആ ഭാണ്ഡം ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ, ആ കെട്ടിങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ആ ഭാണ്ഡത്തിലുള്ള ഒരു കുറിപ്പ് കാണുകയാ, ഒരു കടലാസിന്റെ കഷ്ണം കാണുകയാ. എല്ലാ ഭാണ്ഡത്തിലും ആ കടലാസിന്റെ കഷ്ണമുണ്ട്. ആ കടലാസിന്റെ കഷ്ണമൊന്ന് നോക്കുമ്പോൾ എന്താ ചെറുപ്പക്കാരാ കടലാസിന്റെ കഷ്ണത്തിൽ എഴുതിയിരിക്കുന്നതെന്നറിയുമോ? തവസ്സലിനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ഈ ബദരീങ്ങളെ നമുക്ക് സ്നേഹിക്കണ്ടേ? നമ്മൾ മുസ്ലിമത കാരണക്കാരായിട്ടുള്ള ബദരീങ്ങളെ നമുക്ക് വിശ്വാസത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ കാരണക്കാരായിട്ടുള്ള ബദരീങ്ങളായ മഹാന്മാര് അല്ലാഹു അക്ബർ എന്ന് ഓരോ പള്ളികളുടെ മിനാരത്തിൽ നിന്നും കേൾക്കാൻ കാരണക്കാരായ ബദരീങ്ങള് നമുക്ക് പടച്ചവന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നെറ്റിയൊന്ന് വെക്കാൻ, നമ്മുടെ ശ്വസന്ന് തുനിക്കാൻ കാരണക്കാരനാരാ? ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ ജല്ല ജലാലായ അദീമായ റബ്ബിനെ നമ്മളറിയാൻ കാരണക്കാരനാരാ? അവര് ബദരീങ്ങളായ മഹാന്മാരാ, അവര് ബദരീങ്ങളായ മഹാന്മാരാ. അവർ ആർക്കറിയാ? ഹബീബായ പ്രവാചകനറിയാ, ആയിഷാ ബീവിക്കറിയാ. പരലോകത്ത് പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകിയ മലക്കുകളെ കൊണ്ട് അല്ലാഹു അറിയിക്കുന്നുണ്ട്. പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഇതിഹാസം വിധിച്ച മഹാനായ മലപ്പുറം ശുഹദാക്കൾക്കും അവരുടെ പവർ അറിയാ. നീ ആർക്കറിയാൻ വയ്യാത്തത്? ഇനി ഏതെങ്കിലും അങ്കുലി പരിമിതമായ അല്ലാഹുവിന്റെ റസൂൽ ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കള്ളങ്ങളും കാപട്യങ്ങളും വിളിച്ചുകൂടുന്നവർക്ക് ബദരീങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തിൽ ഒരു ചർച്ചയല്ല ചെറുപ്പക്കാരാ. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ചെറുപ്പക്കാരാ. കാരണം ബദരീങ്ങളെ കൊണ്ട് മുൻഗാമികളൊക്കെ വിജയിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് ഉറപ്പിച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, ഈമാനോട് ഞങ്ങളെ മരിപ്പിക്കുന്നതിന് ബദരീങ്ങളോടുള്ള സ്നേഹവും അല്ലാഹുവേ ത്യാഗം ഒരുപാട് ലഭിച്ചുകൊണ്ട് ഈ നാടിന്റെ ഈ ഭാഗത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആളുകളാ അല്ലാഹുവേ ബദരീങ്ങളെ സ്നേഹിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുമിച്ച് ചെറുപ്പക്കാരാ ബദറിന്റെ പോർക്കളത്തിലേക്ക് ഒന്നും കൂടി നമുക്കൊന്നെത്തി നോട്ടം നടത്താം. ആ ബദരീങ്ങളെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളെ ഇറക്കിയപ്പോൾ ഓരോ ശിരസുകളും ഇങ്ങനെ തെറിച്ച് ദൂരേക്ക് വീണപ്പോൾ, ഇബ്ലീസ് ഓടി രക്ഷപ്പെട്ടപ്പോൾ, കാലിടറിപ്പോയപ്പോൾ, ആയുധങ്ങൾ കൊണ്ടൊരു വിജയവും നേടാതെ വന്നപ്പോൾ, ആൾബലം കൊണ്ടൊരു വിജയം നേടാതെ വന്നപ്പോൾ, ആൾക്കൂട്ടം കൊണ്ടൊരു വിജയവും നേടാതെ വന്നപ്പോൾ, സംഹാരശേഷിയുള്ള പല സംവിധാനങ്ങൾ കൊണ്ടും ഒരു പിടിച്ചു നിൽപ്പും കിട്ടാതെ ഓടേണ്ടി വന്ന ശത്രു സമൂഹം, അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് മാത്രമാ നമുക്ക് ജയിച്ചടക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ട് മാത്രമാ നമുക്ക് ജയിച്ചടക്കാൻ പറ്റുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക പോലീസ് ചമയുന്ന പല പാശ്ചാത്യ നാടുകളും പാവപ്പെട്ട സമുദായത്തിന്റെ കബന്ധങ്ങൾ നുറുക്കുമ്പോൾ, പാവപ്പെട്ട സമുദായത്തിന്റെ പിഞ്ചുമക്കളെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല.
ഓരോ പോസ്റ്റുകളും പോസ്റ്ററുകളും ചിത്രങ്ങളും കാണുമ്പോൾ അള്ളാഹുവിന്റെ ദീനില്ല, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലല്ലേ